നമസ്കാരം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടി ഹാജരായത് കോൺഗ്രസ് അഭിഭാഷകനായിട്ടുള്ള ലെവിൻ തോമസ് വേണാട്ട്. കാര്യങ്ങളൊക്കെ വ്യക്തമല്ലേ? ഒരു സൈഡിലൂടെ വിശ്വാസ സംരക്ഷണ യാത്ര, അയ്യപ്പന്റെ സ്വർണത്തിനു വേണ്ടി മുറവിളി, മറു സൈഡിൽ കൂടെ ഈ കേസിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയെ രക്ഷപ്പെടുത്താൻ നിയമസഹായം എത്തിച്ചു കൊടുക്കുന്നത് കോൺഗ്രസ്. എത്ര വിസ്മയമാണ് നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഞങ്ങൾക്ക് സംരക്ഷിക്കേണ്ട കാര്യമില്ല, സർക്കാർ ഇറക്കിയ അവതാരമാണെന്നൊക്കെ അതിനെക്കുറിച്ച് വലിയ ഡയലോഗ് തട്ടിവിട്ടതിന് ശേഷം എന്തിനായിരിക്കും അയാൾക്ക് നിയമസഹായം നൽകാൻ കോൺഗ്രസ് ഇറങ്ങി പുറപ്പെട്ടത്? എന്തേ അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ടുപോയ വ്യക്തിക്ക് നിയമസഹായം എത്തിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം കോൺഗ്രസിനാണോ? നേരത്തെ യൂത്ത് കോൺഗ്രസിലും KSUവിലും പ്രവർത്തിച്ചിരുന്ന ലോ അക്കാഡമിയിലെ KSU പ്രതിനിധിയായിട്ടുള്ള ഇപ്പോ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിട്ടുള്ള ലെവിൻ തോമസ് വേണാട്ട് ഈ ഒരു ഉദ്യമത്തിൽ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും? നേരത്തെ അയ്യപ്പ സംഗമം നടക്കുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് ഇങ്ങനെ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന വ്യക്തി എന്തായാലും സർക്കാരിനെ സഹായിക്കാൻ വന്നവരല്ലല്ലോ. മറ്റാരുടെയോ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ടാണ് അവിടുത്തെ സ്വർണം കളവ് പോയി എന്നുള്ളൊരു ആരോപണം ഉന്നയിക്കുന്നത്. മാധ്യമങ്ങൾ വലിയ തോതിൽ ചർച്ചയാക്കി വിവാദമാക്കിയ വിഷയം, ആ വിഷയത്തിൽ ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലാണ് വാദി പ്രതിയായി തന്നെ കണ്ടത്. അതായത് ഇരവാദം പറഞ്ഞു വന്നു അയ്യപ്പ സ്നേഹത്തോടുകൂടി പുറത്തു വന്ന വ്യക്തി തന്നെ ആ സ്വർണം അടിച്ചുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ സ്പോൺസർ ചെയ്ത് അയ്യപ്പ സംഗമത്തിനെതിരെ വിവാദം സൃഷ്ടിക്കാൻ ശ്രമിച്ചവരാണ് ഇയാളുടെ സ്പോൺസർ എന്നുള്ള കാര്യം സാമാന്യ ലോജിക്കുള്ളവർക്ക് മനസ്സിലാകും. അതിനു പിന്നാലെ അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ട് പോയ എന്ന പേരിൽ ഇവിടെ വലിയ വിവാദങ്ങൾ, പ്രതിഷേധ കോലാഹലങ്ങൾ സൃഷ്ടിക്കുക, ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്കോ അതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പറയാനുള്ള കാര്യം നിയമസഭയിൽ പോലും പറയാതെ ഒളിച്ചോടിയവർ ഇന്നിപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നിയമസഹായം എത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നിയമസഹായം എത്തിച്ചു കൊടുത്ത് അദ്ദേഹത്തെ രക്ഷിച്ചെടുക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? അതിന് ഒരു കോൺഗ്രസ് അഭിഭാഷകൻ തന്നെ നേരിട്ട് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായിട്ടുണ്ടെങ്കിൽ അത് ആരുടെ സ്പോൺസർ ആയിരിക്കും? ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനോടൊപ്പവും കോൺഗ്രസ് തന്നെ. ഇതെന്ത് അത്ഭുതമാണ്! നമ്മുടെ നാട്ടിൽ പ്രതിക്ക് വേണ്ടി ഹാജരാകുന്നത് കോൺഗ്രസ്, പ്രതി കട്ടുകൊണ്ടുപോയി എന്ന് പറയുന്ന സ്വർണത്തിന് വേണ്ടി പ്രതിഷേധിക്കുന്നത് കോൺഗ്രസ്, അയ്യപ്പന് വേണ്ടി പ്രതിഷേധിക്കുന്ന കോൺഗ്രസ്, എന്നിട്ട് ആ പ്രതിയെ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ്. ഒരു വല്ലാത്ത വിചിത്രം തന്നെയാണല്ലോ. അയ്യപ്പനോടുള്ള സ്നേഹം മൂത്തുകൊണ്ട് അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ടുപോയ വ്യക്തിയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി കോൺഗ്രസ് ഇടപെടുന്നുണ്ടെങ്കിൽ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി രക്ഷപ്പെടേണ്ടത് ആരുടെ ആവശ്യമാണ്? SIT അന്വേഷണം പ്രഖ്യാപിച്ച് തുടക്കത്തിലെ തന്നെ ഇദ്ദേഹത്തെ അങ്ങ് തൂക്കി ചോദ്യം ചെയ്തെടുത്ത് അകത്തിട്ടപ്പോ ഇനിയിപ്പോ കരുക്കൾ നീക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. അപ്പോ പുറത്ത് ഈ കൃത്യം ചെയ്യാൻ വേണ്ടി കൂട്ടുനിന്നവർ തന്നെ പ്രതിഷേധത്തിൽ ഇറങ്ങിയതിനു ശേഷം കള്ളൻ കള്ളൻ എന്ന് വിളിച്ചാൽ നാളെ ആ കള്ളന്റെ മൊഴി പുറത്തേക്ക് വരുമ്പോൾ കള്ളൻ കള്ളൻ എന്ന് വിളിക്കാൻ നിൽക്കുന്ന അല്ലെങ്കിൽ കൂടി നിൽക്കുന്ന ചിലർ കൂടി ചട്ടിക്കകത്താകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയുള്ള നീക്കം കോൺഗ്രസ് ഇപ്പോ വയനാട് ദുരിതാശ്വാസ ഫണ്ട് കയ്യിലിരിപ്പുണ്ടല്ലോ, അതിൽ നിന്ന് പണം ചെലവാക്കി കോൺഗ്രസ് അഭിഭാഷകനെ തന്നെ അതിൽ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പങ്ക് ഇതിൽ നിന്ന് വ്യക്തമായിട്ടില്ലേ? ഇനി ഇതിനെ സംബന്ധിച്ച് മറ്റ് ചർച്ചകളുടെയോ ഇവർ പുറത്തേക്ക് പറയുന്ന ഡയലോഗുകളെ കുറിച്ചൊക്കെ വല്ല ആശങ്കയോടുകൂടി കേൾക്കേണ്ടതുണ്ടോ? ഇനിയിപ്പോ പറയാൻ പോകുന്ന ഒറ്റ ഡയലോഗ് ആയിരിക്കും, അത് അഭിഭാഷകനല്ലേ, അഭിഭാഷകർക്ക് സംബന്ധിക്കുന്നിടത്തോളം അവരെടുത്തൊരു കേസ് വന്നാൽ പരിഗണിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോ അയ്യപ്പന്റെ കേസാണെങ്കിലും ഞങ്ങൾക്ക് വയറ്റിപ്പിഴപ്പിന് കിട്ടുന്ന അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ടുപോയ കേസ് കോൺഗ്രസ്സുകാരെ സംബന്ധിക്കുന്നിടത്തോളം വിശ്വാസം അങ്ങോട്ട് മാറ്റിവെക്കുക അല്ലെ? അപ്പോ ഇവരുടെ ഇരട്ടത്താപ്പം നോക്കിയേ. ഇതൊക്കെയാണ് ഈ നാട്ടിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കൃത്രിമത്വങ്ങൾ എന്ന് പറയേണ്ടി വരികയാണ്. അധികാര കസേരയിലേക്ക് എത്താൻ വേണ്ടി ഇവർ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ടുവന്നൊരു വിവാദം ഇവർക്ക് തന്നെ തിരിഞ്ഞുകൊത്തുമെന്നൊരു അവസ്ഥയിൽ എത്തിയപ്പോൾ അയാളെ രക്ഷിച്ചെടുക്കാനും കോൺഗ്രസ് ഇറങ്ങി പുറപ്പെട്ടതിന് ശേഷം പ്രതിഷേധവും വിശ്വാസ സംരക്ഷണവുമായിട്ട് ഇവർ തന്നെ നടക്കുകയാണ്. അയ്യപ്പന്റെ സ്വർണം കട്ടേ എന്ന നിലവിളി. അയ്യപ്പന്റെ സ്വർണം കട്ടവനെ രക്ഷിക്കാൻ കോൺഗ്രസ്സുകാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കട്ടവന്റെ പിന്നിൽ ആരാണ് എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരമാകുന്നുണ്ടെന്ന് പറയേണ്ടി വരികയാണ്.